ഹായ്, നമ്മളേറെ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിച്ചിരുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഇനി ആകെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. പ്രധാനമായും 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഈ 6 കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും കാറ്ററ്റ് ക്വാളിഫൈ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, സബ്മിറ്റ് യുവർ ഓൺലൈൻ അപ്ലിക്കേഷൻ എന്നതാണ്. ഒന്നാമത്തേത്, നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നതാണ്. ഇപ്പം നമുക്കറിയാം അപ്ലിക്കേഷൻ്റെ സമയമാണ്. അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യണം. അതിന് ലാഗ് ആക്കാൻ പാടില്ല, സമയം വൈകാൻ പാടില്ല. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടത് നമ്പർ 2 എന്ന് പറയുന്നത് കീപ് യുവർ ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് എന്നതാണ്. നിങ്ങളുടെ അപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ള ആ ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. പ്രിന്റ് ഔട്ട് ആയിട്ട് തന്നെ പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കുക. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ഫർദർ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ചില ആളുകൾ അത് മറന്നു പോകുന്ന കേസ് വരാം. അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ID കിട്ടാത്തത് കൊണ്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? കീപ് യുവർ ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട്. ഓക്കെ. മൂന്നാമത്തത് നമ്പർ 3 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഡിസൈൻ എ ടൈം ടേബിൾ ഫോർ സ്റ്റഡി എന്നതാണ്. ഡിസൈൻ എ ടൈം ടേബിൾ ഫോർ സ്റ്റഡി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു പഠിക്കാൻ വേണ്ടി കൃത്യമായ ഒരു ടൈം ടേബിൾ സംവിധാനം കൊണ്ടുവരിക. അപ്പോൾ സാധാരണ വ്യത്യസ്തമായ രീതിയിൽ പഠിക്കുന്നവരാണ് നമ്മൾ. ഏർലി മോർണിംഗ് വളരെ നേരത്തെ പഠിക്കുന്ന ആളുകളുണ്ട്, ചില ആളുകൾ ഈവനിങ്ങും പഠിക്കും, ചില ആളുകൾ രാത്രി പഠിക്കുന്ന ആളുകൾ. ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ചിട്ട് അവരുടെ പഠനത്തിൽ വ്യത്യസ്തമായിട്ടാണുള്ളത്. എന്താവട്ടെ, ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കൊണ്ട് തന്നെ 3 to 4 hours, 3 മുതൽ 4, അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്. അത് 3 മുതൽ നിങ്ങൾക്ക് 5 വരെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയാം. അപ്പം അത്രയും ഹവേഴ്സ് എങ്കിലും പഠിക്കാൻ തയ്യാറാവുകയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് രാവിലെ എന്ത് പഠിക്കണം, വൈകുന്നേരം എന്ത് പഠിക്കണം, ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഒരു സിസ്റ്റം കൊണ്ടുവരിക. നാലാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡിവൈഡ് സബ്ജക്ട്സ് അക്കോർഡിംഗ് ടു യുവർ ഡിഫിക്കൽട്ടി എന്നതാണ്. അതായത് സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പല സമയങ്ങളിൽ നമുക്കുള്ള ഒരു ആശങ്കയാണ് ഡിഫിക്കൽട്ടി ലെവലുള്ള സബ്ജക്റ്റുകൾ എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ളത്, ഇങ്ങനെ വ്യത്യസ്തമായത്. അപ്പം നമ്മളുടെ സബ്ജക്റ്റുകൾ കേട്ടിട്ടില്ലേ, നമ്മളുടെ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള സബ്ജക്റ്റുകൾ നിങ്ങളുടെ ഡിഫിക്കൽട്ടി അനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എന്നിട്ട് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം കുറച്ചും ഡിഫിക്കൽട്ടിന് കുറച്ച് സമയം കൂടുതലും ഡിഫിക്കൽട്ടി ഏതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ഈ മത്സര പരീക്ഷകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഡിഫിക്കൽട്ട് മനസ്സിലാകാതെ ഈസി മനസ്സിലാക്കാതെ എന്തെങ്കിലും വലിച്ചു വാരി പഠിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന വലിയൊരു പ്രോബ്ലം അത് പരീക്ഷയെ നല്ല രീതിയിൽ ബാധിക്കുമെന്നതാണ്. ഓക്കെ, ശരി. നമ്മൾ അഞ്ചാമത്തത് നമ്പർ 5 എന്ന് പറയുന്നത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്നതാണ്. നമുക്കറിയാം മത്സര പരീക്ഷകളിൽ കേട്ടറ്റ് പോലെയുള്ള ഏത് പരീക്ഷയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇന്ന് അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻസുകൾ ഇപ്പം ഒരുപാട് മോക്ക് ടെസ്റ്റുകളായിട്ടും പ്രാക്ടീസ് ടെസ്റ്റുകളായിട്ടും അതേപോലെ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായി ചോദ്യം എങ്ങനെ വരുമെന്ന് മനസ്സിലാകും. അതോടൊപ്പം തന്നെ ആ ചോദ്യത്തിൻ്റെ രൂപം മനസ്സിലാക്കിയിട്ട് നമുക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് കൂടുതലായി പ്രാക്ടീസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സിമ്പിളായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ചാമത്തത്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്നതാണ്. അവസാനത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ആറാമത്തത് നമ്പർ 6 എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം, കാറ്ററ്റ് എന്ന് പറയുന്നത് മേക്ക് കാറ്ററ്റ് ഫസ്റ്റ് ഇൻ യുവർ പ്രയോറിറ്റി ലിസ്റ്റ് എന്നതാണ്. നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി ലിസ്റ്റിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതാണ്, അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മുടെ മറ്റു കാര്യങ്ങൾ ഉണ്ടാവും, നമ്മുടെ ജോലി ഉണ്ടാവും, നമ്മുടെ പഠനം ഉണ്ടാവും, എന്താവട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ നമ്മുടെ പ്രയോറിറ്റി ലെവൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ 1 കാറ്ററ്റ് ആയിരിക്കണം. കാറ്ററ്റ് പരീക്ഷ വരെ എൻ്റെ പ്രയോറിറ്റിയിൽ എന്ത് കാര്യമാണെങ്കിലും
ഞാൻ ചെയ്യുകയില്ല എന്നത് കൃത്യമായി ചെയ്യണം. കാരണം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. നമ്മുടെ മനസ്സിലും നമ്മുടെ മൊബൈൽ ഫോണിന്റെ രീതികൾ പോലും, നമ്മുടെ മൊബൈൽ ഫോൺ തുറക്കുമ്പോൾ പോലും കേട്ടറ്റ് എന്ന് പറയുന്നത് എനിക്കൊരു വികാരമായി കടന്നു വരണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 6 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയും ഈ 6 കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ പഠനവും നമ്മുടെ സമയവും നമ്മുടെ ചിന്തകളും എല്ലാം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ 100% ഉറപ്പാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ കൈകളിൽ ഭദ്രമാണ്. നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. അതിനനുസരിച്ചാവണം നമ്മുടെ പഠനങ്ങൾ. നമുക്ക് പഠനം ആരംഭിക്കാം. ഇന്ന് തന്നെ പഠനം ആരംഭിക്കാം. എല്ലാവിധ ആശംസകളും കേട്ടിട്ട് നമ്മൾ നേടിയിരിക്കും.